ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാനമായി നടന്ന RRB NTPC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യ ഫാക്സ് ചോദ്യങ്ങൾ പെറുക്കിയെടുത്ത് ഓരോ ചോദ്യവും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്താണപ്പാ ഈ ഇന്ത്യ ഫാക്സ്, ഇത് ഞങ്ങൾ സിലബസിലൊന്നും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ GKയിൽ ഏത് സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്താലും ഏത് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്താലും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നിങ്ങൾ പഠിക്കണം. 100% പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയുന്ന ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യ ഫാക്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെ പറ്റിയും നമ്മുടെ 8 യൂണിയൻ ടെറിട്ടറികളെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ സംസ്ഥാനമായി എടുത്തുകൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട അമ്പലങ്ങൾ, പള്ളികൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ, വിളിപ്പേരുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെ നടന്നിട്ടുള്ള GI ടാഗുകൾ കിട്ടിയിട്ടുള്ളത്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, നാഷണൽ പാർക്സ്, അവരുടെ നൃത്തരൂപങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഓരോ സംസ്ഥാനത്തെ പറ്റിയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ കീറി മുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഓരോ കേന്ദ്രഭരണ പ്രദേശത്തെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ കീറി മുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചു വയ്ക്കും, ഇങ്ങനെ പഠിച്ചാൽ ഞങ്ങൾക്ക് എന്തുണ്ട് ഗുണം? തുടക്കത്തിൽ പറഞ്ഞല്ലോ 100% എന്തായാലും ഇത് പഠിക്കണം, ഇത് സ്കിപ്പ് ചെയ്യരുത് എന്നൊക്കെ. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം മക്കളെ, നിങ്ങൾ ഓരോ ചോദ്യപേപ്പറും ഓരോ ഷിഫ്റ്റിൻ്റെ എടുത്ത് നോക്കിക്കോ. ഈ ഇന്ത്യ ഫാക്സ് എന്ന് മിനിമം 2 അല്ലെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് നിങ്ങൾ വാങ്ങുന്ന മാർക്കിൽ നിന്നും 2 അല്ലെങ്കിൽ 3 മാർക്ക് കൂടുതൽ വാങ്ങാൻ നിങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ഇന്ത്യ ഫാക്സിനെ പറ്റിയിട്ടുള്ള പഠനം നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. 2 അല്ലെങ്കിൽ 3 മാർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നതാണ്, അറിയുന്നതാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യ ഫാക്സ് എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനവും ഓരോ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യ ചെയ്തേ പറ്റൂ, നിങ്ങൾ പഠിച്ചെടുത്തേ പറ്റൂ. ഇനി എവിടെ നിന്നാണ് ഇത് പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ NTPC കോഴ്സിലും നമ്മുടെ ഗ്രൂപ്പ് D കോഴ്സിലും, ഇനിയിപ്പോൾ അല്ല സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് GKയുടെ കോഴ്സിലും എന്താണ് ഇത് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ കൂടെ ഇപ്പോൾ നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ചാൽ മാത്രമേ ഇന്ത്യ ഫാക്സ് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സൗകര്യത്തിന് എവിടെ നിന്നായാലും എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ, ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെ ഒരു യാത്ര നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. ഞാൻ RRB NTPC ക്രാക്ക് ചെയ്ത ആളാണ്, നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഗിവൺ എ സെക്കൻഡ് ചാൻസ്. ഏത് ടോപ്പിക്കാണ് എക്സ്ട്രാ പഠിച്ചിട്ട് പോയിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇന്ത്യ ഫാക്സ് ആണ് ഞാൻ പഠിച്ചിട്ട് പോയിരുന്നത്. കാരണം എൻ്റെ ഷിഫ്റ്റിൽ, അന്ന് ഞാൻ എഴുതി എൻ്റെ ഷിഫ്റ്റിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു ഈ പറയുന്ന ഇന്ത്യ ഫാക്സ് എന്ന് പറയുന്നത്. സോ എന്ത് വന്നാലും ഇന്ത്യ ഫാക്സ് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അത് നിങ്ങൾ എവിടെ നിന്നായാലും പഠിച്ചെടുക്കുക. നമ്മുടെ സ്റ്റാറ്റിക് GK കോഴ്സിൽ ഇത് അവൈലബിൾ ആണ്. അത് നിങ്ങൾ അതിനകത്ത് ഈ ഇന്ത്യ ഫാക്സ് മാത്രമല്ല വേറെയും ഒരുപാട് ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഓർഗനൈസേഷൻസ്, ഡിഫൻസ്, അങ്ങനെ എല്ലാ ടോപ്പിക്കും അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ അതിനും ഒരു കുഞ്ഞു ഫീസ് വരുന്നുള്ളൂ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ കൂടെ ഐ റിപ്പീറ്റ്, എവിടെ നിന്നായാലും എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇത് പഠിച്ചെടുത്തു എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ അത്രയും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എങ്ങോട്ട് പോവുകയാണ്, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രൈബ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ ഒരു ട്രൈബ്, ഒരു ഗോത്രവർഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫുലാനി ആണോ? അല്ല. താരു ആണോ? അല്ല. ഐനസ് ആണോ? അല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ട്രൈബുകൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ് സെന്റിനൽസ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട് അല്ലേ. സെന്റിനൽസ് എന്ന് പറയുന്ന ഒരു ട്രൈബ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെയാണ്. അതുപോലെ ഓഞ്ചെ എന്നാണ് ഞാൻ വായിക്കുന്നത്, പക്ഷെ അവരുടെ ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവും. അതും അവിടുത്തെ ഒരു ട്രൈബാണ്. അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക, ജറാവ എന്ന് പറയുന്ന ഒരു ട്രൈബും എവിടെ നിന്നുള്ളതാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ഒരു ട്രൈബാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ജറാവ എന്ന് പറയുന്ന ട്രൈബ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ആൻഡമാൻ ആൻഡ് നിക്കോബാറൊക്കെ നന്നായിട്ട് ചോദ്യം വരാറുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതിൻ്റെ ക്യാപിറ്റലാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ക്യാപിറ്റലാണ് ഇതെന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നത്. കഴിഞ്ഞ NTPCക്ക് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നത് ആരുടെ ക്യാപിറ്റലാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ക്യാപിറ്റലാണ്. അതുപോലെ ചോദിക്കാറുള്ള മറ്റൊരു കാര്യമാണ് വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണുള്ളതെന്ന് ചോദിക്കാറുണ്ട്. വീർ സവർക്കർ എയർപോർട്ട് എവിടെയാണ് വരുന്നത്? വീർ സവർക്കർ എയർപോർട്ട് ഈ ആൻഡമാൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പോർട്ട് ബ്ലെയറിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്.
അതുപോലെ ചോദിക്കാറുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആൻഡമാൻ ഐലൻഡ്സ് നെയിം. ഇതൊരു ആർച്ചി പലാഗോ ആണ്, അതായത് ദ്വീപ സമൂഹമാണ് ഇതെന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇതിലെ ആൻഡമാനിനെയും നിക്കോബാറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ആൻഡമാനിനെയും നിക്കോബാറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. മക്കളെ കയ്യും കണക്കൂലാതെ ചോദിച്ചിട്ടുള്ളതാണ് ആൻഡമാനിനെയും നിക്കോബാറിനെയും എന്തെന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നമ്മുടെ സൗത്ത് ഏഷ്യയിലെ തന്നെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള ബാരൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് വോൾക്കാനോ ഉണ്ട്, ഒരു അഗ്നിപർവ്വതമുണ്ട്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ആൻഡമാനിലാണ്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഒരേ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതമാണ് ബാരൻ എന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഞാൻ പറയുന്നതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ വെറുതെ കയ്യിൽ നിന്നിട്ട് പറയുന്നില്ല, എല്ലാം ഓർത്തു വെക്കേണ്ടുന്ന പോയിന്റ്സ് ആണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു തരാം. ചോദ്യം ഇതായിരുന്നു, ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ട്രൈബ് ഏതാണ് എന്നുള്ളത്. ജറാവയും സെന്റിനലീസും ഓഞ്ചയും എല്ലാം ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ട്രൈബ് ആണെന്ന് ഓർത്തു വെക്കുക. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണെന്ന് ഓർത്തു വെക്കുക. അവിടെയുള്ള എയർപോർട്ടാണ് വീർ സവർക്കർ എയർപോർട്ട് എന്ന് ഓർത്തു വെക്കുക. ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് കാലാപാനിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ വളരെ പ്രശസ്തമായ ഒരു സെല്ലുലാർ ജയിലാണ് ഇതെന്ന് പറയുന്നത് കാലാപാനി എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കാലം തടവിൽ കടന്ന മനുഷ്യനാണ് ആരെന്ന് പറയുന്നത് വീർ സവർക്കർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വി ഡി സവർക്കർ എന്ന് പറയുന്നത്, വീർ ദാമോദർ സവർക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പോർട്ട് ബ്ലെയറിലെ എയർപോർട്ടിന് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ 10 ഡിഗ്രി ചാനലാണെന്നും ബാരൻ എന്ന് പറയുന്ന വോൾക്കാനോ ആൻഡമാനിലാണെന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഞാൻ ഒരു കാര്യം കൂടെ ആദ്യമേ പറഞ്ഞോട്ടെ, ഞാനിങ്ങനെ ഓരോ ചോദ്യം പറയുമ്പോഴും എനിക്ക് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുൻപ് ചോദിച്ചിട്ടുള്ള ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നിങ്ങളോടൊരു സജഷൻ ചോദിക്കുകയാണ്. ഇങ്ങനെ പോകുന്നത് തന്നെയാണോ നല്ലത്? അല്ല, നമ്മളെന്നല്ല സാധാരണ ക്ലാസ്സുകൾ പോലെ ഒരു ചോദ്യം അതിന് ഉത്തരം വെറുതെ തത്തമേ പൂച്ച ലൈനിൽ പറഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരിക. കാരണം അങ്ങനെ പഠിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു ചോദ്യം ഒരു ഉത്തരം അങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര മെക്കാനിക്കലായിട്ട് പോവും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പോകാം. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്നതിലും കവർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യോത്തര ഫോർമാറ്റിലല്ല, എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് എന്നുള്ളതേ ഉള്ളൂ. സോ ഏത് രീതിയാണ് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത് എന്നുള്ളത് ബുദ്ധിമുട്ടില്ലെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ വഴി നമ്മൾ അറിയിക്കുക. കമന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമന്റ് ചെയ്യുക, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർഗീസ് കുര്യൻ ഈസ് ദ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ, വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെ, അമൂലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ്. അതിന്റെ പിതാവ് എന്ന് പറയുന്നത് മലയാളി ആയിട്ടുള്ള വർഗീസ് കുര്യൻ തന്നെയാണ്. അപ്പൊ പിന്നെ അത് എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ തെറ്റായിട്ടുള്ളതല്ല. അടുത്തത്, ദ റാഡ്ക്ലിഫ് ലൈൻ ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. അവിടെ നമുക്കൊരു പ്രശ്നം പറ്റും. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബൗണ്ടറി ലൈനിന്റെ പേര് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് പറയുന്നത്. അല്ല, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബൗണ്ടറി ലൈനിന്റെ പേരെന്ന് പറയുന്നത് മക്മോഹൻ ലൈൻ എന്നാണ്. എന്താണ് നമ്മൾ പറയുക, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബൗണ്ടറി ലൈനിന്റെ പേര് മക്മോഹൻ ലൈൻ എന്നാണ്. അപ്പൊ ആരാണപ്പ ഈ റാഡ്ക്ലിഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ അതിർത്തിയാണ്. പക്ഷെ ഇന്ത്യ ആൻഡ് ചൈനയല്ല, ഇന്ത്യ ആൻഡ് പാകിസ്ഥാനാണ് ഇതെന്ന് പറയുന്നത്, റാഡ്ക്ലിഫ് എന്ന് പറയുന്നത്. എഗെയിൻ പലവട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആണെങ്കിൽ അതിന്റെ പേര് റാഡ്ക്ലിഫ് ലൈൻ എന്നും, ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യ ആൻഡ് പാക് ആണെങ്കിൽ റാഡ്ക്ലിഫ് ലൈൻ എന്നും, ഇന്ത്യ ആൻഡ് ചൈന ആണെങ്കിൽ അത് മക്മോഹൻ ലൈൻ ആണെന്നും പറയാം. സോ ദാറ്റ് മീൻസ് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. നമ്മുടെ കള്ളനെ കിട്ടി. എന്നാലും നമുക്കൊന്ന് താഴ്ത്തിയും കൂടെ നോക്കാം. മധ്യപ്രദേശ് ഈസ് ദ ഹയസ്റ്റ് കോപ്പർ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഓഫ് കോഴ്സ് അത് ശരിയാണ്. സാഫ്രോൺ ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ജമ്മു ആൻഡ് കശ്മീർ. കശ്മീരിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നുണ്ടെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് എപ്പോഴും ഓപ്ഷൻസ് എന്ന് പറയുന്നത്. വർഗീസ് കുര്യൻ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും മക്മോഹൻ ലൈൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മധ്യപ്രദേശാണ്. ഇതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻഡോർമേലും MP തന്നെയാണ്, എന്നാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. എന്തായാലും ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സാഫ്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് ദ ലാർജസ്റ്റ് യുറാനിയം റിസർവ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ്
ഏറ്റവും കൂടുതൽ യുറാനിയം റിസർവ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പഞ്ചാബിലോ ഒഡീഷയിലോ ഹിമാചലിലോ അല്ല, ആന്ധ്രയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ യുറാനിയം റിസർവ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. ആന്ധ്രയിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഒരു മൈൻ ഉണ്ട്. ആ മൈനിന്റെ പേരെന്ന് പറയുന്നത് തുമ്മലപ്പള്ളി മൈൻ എന്നാണ്. തുമ്മലപ്പള്ളി മൈൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതും കഴിഞ്ഞ വട്ടം NTPC ഒരു ചോദ്യമായിട്ട് ചോദിച്ചതാണ്. ഈ തുമ്മലപ്പള്ളി മൈനിൽ ഒരുപാട് യുറാനിയം റിസർവ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് നോക്കി മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള വഴികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ യുറാനിയം റിസർവ് ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവും ഇത് തന്നെയാണ്. ആന്ധ്രാപ്രദേശാണ്, തുമ്മലപ്പള്ളി മൈനാണ്. കണ്ടോ, അതിനെപ്പറ്റി വീണ്ടും ചോദിച്ചിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ മൈൻസ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് യുറാനിയം മൈൻ? ഇന്ത്യയിലെ ഏത് മൈനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുറാനിയം റിസർവുകളിൽ ഒന്നായിട്ട് വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആന്ധ്രയിലുള്ള തുമ്മലപ്പള്ളി മൈനാണ് ഇതെന്ന് പറയുന്നത് ഏറ്റവും വലിയ യുറാനിയം റിസർവ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്മുടെ കഴിഞ്ഞ NTPC അച്ചീവേഴ്സിനെ കാണാം. ഒരു മോട്ടിവേഷൻ ആവട്ടെ, നന്നായിട്ട് പഠിക്കുക. അടുത്ത വട്ടം എന്ത് ചെയ്യണം, നമുക്കും ഈ വട്ടം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കും NTPC പിടിക്കണം. അപ്പോൾ ആന്ധ്രയിൽ ഏറ്റവും കൂടുതൽ യുറാനിയം റിസർവ്സ് ഉള്ളത് തുമ്മലപ്പള്ളി മൈനാണെന്ന് ഓർത്തു വയ്ക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വാസ് നോൺ ആസ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി ടിൽ 1972? നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി അല്ലെങ്കിൽ NEFA എന്ന ഷോർട്ട് ഫോമിലും അറിയാറുണ്ട്. 1972 വരെ അറിയപ്പെട്ടിരുന്ന ആ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മേഘാലയോ നാഗാലാൻഡോ മിസോറാമോ അല്ല, അരുണാചൽ പ്രദേശാണ് 1972 വരെ നെഫ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അരുണാചൽ പ്രദേശിനെ പറ്റി വേറെയും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓർക്കിഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ്, ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. പാരഡൈസ് ഓഫ് ബോട്ടനിസ്റ്റുകളുടെ സസ്യങ്ങളെ പറ്റി പഠിക്കുന്നവരുടെ പറുദീസ, സ്വർഗം എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്, അരുണാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ, ഇന്ത്യയിലെ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്, അരുണാചൽ പ്രദേശാണ്. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, പലവട്ടം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, തവാങ്ങിലാണ്. തവാങ്ങിൽ മഞ്ഞ് വീണ് കണ്ടുക്ക അല്ലെ, നമ്മളെ ഡയലോഗ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി സിറ്റുവേറ്റ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്, തവാങ്ങിലാണെന്ന് ഓർത്തു വെക്കുക. അതും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. പിന്നെ കേരള PCക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ അരുണാചൽ പ്രദേശിന്റെ ഒഫീഷ്യൽ ബേർഡാണ് ഹോൺബിൽ എന്ന് പറയുന്നത്. നമ്മുടെ അതേ മലമുഴക്കി വേഴാമ്പൽ തന്നെയാണ് ആരുടെയും ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശിന്റെയും ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്. സോ മക്കളെ ഓർത്തു വെക്കുക, എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 1972 വരെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി അല്ലെങ്കിൽ NEFA എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നു. ബൊട്ടാനിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്നു. ഉദയസൂര്യന്റെ നാട്, ഇന്ത്യയിലെ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണ്, തവാങ്ങിലാണെന്നും ഓർത്ത് വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഒരു എവർഗ്രീൻ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ കാലത്തും വീണ്ടും 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 ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും പഴയ ഓയിൽ ഫീൽഡ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെപ്പോഴും ചോദിക്കാറുള്ളത് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഏതാണ് എന്നാണ് ചോദിക്കാറുള്ളത്. അല്ലാതെ ഇങ്ങനെ സംസ്ഥാനം ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓയിൽ ഫീൽഡിന്റെ പേര് ഡിഗ് ബോയ് എന്നാണ്. ഡിഗ് ബോയ് ഓയിൽ ഫീൽഡിന്റെ പേര് എന്താണ്, ഡിഗ് ബോയ് എന്നാണ്. ഇതെവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ തമിഴ്നാട്ടിലോ അല്ല, അതുള്ളത് എവിടെയാണ്, ആസാമിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഫീൽഡ് എണ്ണപ്പാടമുള്ളത് ആസാമിലാണ്. അതിൻ്റെ പേര് ഡിഗ് ബോയ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ് ഇതെന്ന് പറയുന്നത്, യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഡിഗ് ബോയ് എന്ന് പറയുന്നത്. ആസാമിനെ പറ്റിയും കഴിഞ്ഞ വട്ടം വേറെയും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആസാമിലാണ് വളരെ പ്രശസ്തമായ കാമാക്യ ക്ഷേത്രമുള്ളത്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, കാമാക്യ ക്ഷേത്രം ആസാമിലാണുള്ളത്. അതുപോലെ തന്നെ നവഗ്രഹ ടെമ്പിൾ, ഇതങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ഓർത്തിരിക്കുക, നവഗ്രഹ ടെമ്പിളും ഉള്ളത് എവിടെ തന്നെയാണ്, ആസാമിലാണ്. പക്ഷെ കാമാക്യ ടെമ്പിൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതിനോടൊപ്പം ചേർത്ത് പിടിക്കുക, നവഗ്രഹ ടെമ്പിൾ എവിടെയാണുള്ളത്, ആസാമിലാണുള്ളത്. അതുപോലെ
ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ്. മക്കളെ ഇതൊക്കെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാട്ടോ. ഞാൻ ഒരു സംസ്ഥാനത്തെ പറ്റി എല്ലാ പോയിന്റൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PYQ ഡിസ്കഷൻ ആയതുകൊണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ മാത്രമാണ് ഞാൻ മാക്സിമം പറഞ്ഞു പോകുന്നത്. ഇതല്ല ഒരു സംസ്ഥാനത്തെ പറ്റി പഠിക്കാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫുള്ളി കവർ ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ സ്റ്റേറ്റിനെ പറ്റിയും പഠിക്കേണ്ടത്. സോ ക്ലാസ്സുകൾ നിങ്ങൾ കാണേണ്ടതുണ്ട്, നോട്ടുകൾ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഇവിടെ ഞാനൊരു റിവിഷൻ കൂടെ കെട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ അറിയാത്തവർക്ക് പുതിയ അറിവായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ സംസ്ഥാനത്തെ പറ്റി ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തെ പറ്റി ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് എന്ത് ചെയ്യേണ്ട, ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് മജൂലി എന്നാണ്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ആയിട്ടുള്ള മജൂലി സിറ്റുവേറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണത് ഏതാണ്? അത് ആസാമിലാണ്. പിന്നെ ആസാം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ള കാസിരംഗ നാഷണൽ പാർക്ക് വിച്ച് ഈസ് ഫേമസ് ഫോർ വൺ ഹോൺഡ് റൈനോസ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ള കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? ഈ പറയുന്ന പോലെ ആസാമിലാണെന്ന് ഓർത്തു വെക്കുക. പിന്നെ ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് ട്രെയിനുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിൻ ആണ് ഏതെന്ന് പറയുന്നത്, കന്യാകുമാരി വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇത് പോയിട്ട് ഇതിന്റെ യാത്ര അവസാനിപ്പിക്കുന്ന സ്റ്റേഷനാണ് ദിബ്രൂഗർ എന്ന് പറയുന്നത്. ഈ ദിബ്രൂഗർ ഉള്ളത് എവിടെയാണ്? ആസാമിലാണെന്ന് ഓർത്തു വെക്കുക. അപ്രോക്സിമേറ്റ്ലി 4180 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രെയിൻ കവർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വട്ടം NTPC ചോദിച്ചതാണ്. ഏത് ട്രെയിനാണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ എന്ന് പറയുന്നത്? വിവേക് എക്സ്പ്രസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ആൻഡ് അതിന്റെ എൻഡിങ് സ്റ്റേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ആസാമിലുള്ള ദിബ്രൂഗർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പഠിച്ചേ? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഓയിൽ ഫീൽഡ് ഡിഗ് ബോയ്. മക്കൾ ഇതാണ് ഓർക്കേണ്ടത്. ഐ റിപ്പീറ്റ്, അത്രയും വട്ടം ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് അതേത് സംസ്ഥാനത്തിലാണ് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആസാമിലാണ്. ആസാമിലെ പ്രധാനപ്പെട്ട 2 അമ്പലങ്ങൾ, കാമാഖ്യ ക്ഷേത്രം വെരി ഇമ്പോർട്ടൻറ്റ്, പിന്നുള്ളത് നവഗ്രഹ ടെമ്പിൾ. ലോകത്തിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ്, പുഴയിൽ രൂപപ്പെടുന്ന ദ്വീപ് മജൂലിയാണ്, ആസാമിലാണുള്ളത്. കാസിരംഗ നാഷണൽ പാർക്ക് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ളതാണ്, അതും ആസാമിലാണുള്ളത്. കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ എന്ന് പറയുന്നത്. അത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി അതിന്റെ എൻഡിങ് സ്റ്റേഷൻ എവിടെയാണ്? ദിബ്രുഗഡിലാണെന്നും എന്ത് ചെയ്യുക, വിച്ച് ഈസ് ഇൻ ആസാം എന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗോൾഡ് ഇൻ ഇന്ത്യ? ഇതിന്റെ ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ റോക്കി ബായ് നിങ്ങൾ ഇടിക്കാൻ വരും എന്ന് പറയാൻ പറഞ്ഞു. റോക്കി ബായ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് തെലങ്കാനയല്ല, ഛത്തീസ്ഗഡും അല്ല, ജാർഖണ്ഡും അല്ല, അത് KGF ആണ്. കർണാടക കോളാർ കോളാർ സ്വർണ്ണഖനികളാണ് അല്ലേ. ഇപ്പൊ അത് ആക്റ്റീവ് ഒന്നും അല്ല, എന്നിരിക്കലും കർണാടകയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെന്ന് പറയുന്നത് സംസ്ഥാനം എന്ന് പറയുന്നത്. സ്വർണം മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആര് തന്നെയാണ്? കർണാടക തന്നെയാണ്. കഴിഞ്ഞില്ല ചന്ദന മരങ്ങൾ. നമ്മുടെ വീരപ്പന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ, ഞാൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ചന്ദന മരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കർണാടക തന്നെയാണ്. കഴിഞ്ഞില്ല സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കർണാടക തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് കാപ്പി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളാ. അപ്പൊ വീരപ്പൻ എന്നും പറയണ്ടല്ലോ, നമുക്ക് പുഷ്പ എന്നും പറയാലോ അല്ലെ. പുഷ്പയും അവിടെ തന്നെയാണ്. ആന്ധ്ര ബേസ്ഡ് ആണോ ലൊക്കേഷൻ എനിക്ക് അറിയില്ല, ഞാൻ സിനിമ അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും സാൻഡൽവുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ തന്നെയാണ്? വീരപ്പന്റെ കേസ് ഓർത്താൽ മതി. നമ്മുടെ സത്യമംഗലം ഫോറസ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതും അവിടെ തന്നെയാണ്. സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്? കർണാടകയിലാണ്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ പറയാനാണെങ്കിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ് ISROന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ISROന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അറിയപ്പെടുന്ന പേര് അന്തരീക്ഷ ഭവൻ എന്നാണ്. അന്തരീക്ഷ ഭവൻ എന്നാണ് എന്ത് ചെയ്യുന്നത്, ISROന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അറിയപ്പെടുന്നത്. ഇതുള്ളത് എവിടെയാണെന്നറിയോ? ഇതുള്ളത് ബാംഗ്ലൂരിലാണ്. ISRO ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള അന്തരീക്ഷ ഭവൻ എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു? ബാംഗ്ലൂരിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു. ബാംഗ്ലൂരിനെ പറ്റി പിന്നെ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ തീരില്ല. ISROന്റെ മാത്രമല്ല ഹെഡ്ക്വാർട്ടേഴ്സ് BL ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, നിംഹാൻസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് എന്തോ സയൻസ് ആണ്. അതുപോലെ തന്നെ ITI, അതുപോലെ തന്നെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ, ബാംഗ്ലൂരൊക്കെ നിന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ വട്ടം ചോദിച്ച മറ്റൊന്നായിരുന്നു കമ്പള ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. കമ്പള ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്.
കമ്പള ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. നിങ്ങൾ നമ്മുടെ ഈ സിനിമയുടെ പേരെന്താ? കാന്താരയുടെ തുടക്കത്തിൽ അതിലെ നായകൻ ഒരു കാളയെ ഓടിച്ചു വരുന്നൊരു പരിപാടിയില്ലേ? നമ്മുടെ നാട്ടിൽ മറ്റേ ചന്ദ്രോത്സവത്തിൽ ലാലേട്ടൻ ചെയ്ത പരിപാടി, പൂട്ടിയ കണ്ടങ്ങളിൽ അല്ലെ, പൂട്ടിയല്ല, ചളി നിറഞ്ഞ കണ്ടങ്ങളിൽ കാളയോട്ടം പോലെ ഇല്ലേ? അതുപോലൊരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത്, കമ്പള ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതും എവിടെയാണ്? കർണാടകയിലാണ്. കമ്പള, കർണാടക, കാന്താര എന്ന് ഓർക്കാനാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അത് ഓർത്ത് എന്ത് ചെയ്യില്ല, അത് മറക്കില്ല. കമ്പള ഫെസ്റ്റിവൽ കർണാടകയുടെ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ജല്ലിക്കെട്ട് പോലെയല്ല, ഈ പറയുന്ന പോലെ ചളിക്കണ്ടത്തിൽ വരുന്നൊരു പരിപാടിയാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് നോൺ ആസ് സാഫ്രോൺ ടൗൺ ഓഫ് കശ്മീർ. കശ്മീരിലെ സാഫ്രോൺ ടൗൺ എന്നറിയപ്പെടുന്ന ഏതാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാഫ്രോൺ നന്നായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് സംസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ കശ്മീരിലെ ഏത് നഗരമാണ്, ഏത് ടൗൺ ആണ് സാഫ്രോൺ ടൗൺ എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശ്രീനഗറോ ജമ്മുവോ സൊപ്പോറോ അല്ല, ആ സ്ഥലത്തിൻ്റെ പേര് പാംപോർ എന്നാണ്. ഇതങ്ങനെ അധികം നമ്മൾ കാണാത്തൊരു ചോദ്യമാണ് മക്കളെ, അതുകൊണ്ട് ഓർത്തു വയ്ക്കുക. സാഫ്രോൺ ടൗൺ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്, കശ്മീരിലെ പാംപോർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. നമുക്കറിയാം കശ്മീർ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നത് 31 ഒക്ടോബർ 2019 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് ആർട്ടിക്കിൾ 370 പ്രകാരം എന്തുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അല്ലേ? അത് എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ്, കശ്മീരിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നത് ഒക്ടോബർ 31, 2019 എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുകൂടെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് റൌഫ്, അതുപോലെ തന്നെ ഖുദ് എന്നൊക്കെ പറയുന്നത് എവിടത്തെ ഡാൻസ് ഫോംസ് ആണ് എന്നുള്ളത്. റൌഫ് അല്ലെങ്കിൽ ഖുദ് ഒക്കെ എവിടത്തെ ഡാൻസ് ഫോംസ് ആണ്, കാശ്മീരിലെ ഡാൻസ് ഫോംസ് ആണ്. ഓർക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്, റൌഫ് എന്നുള്ളത് റൂഫ് എന്ന് ഓർത്താൽ മതി എന്ന് പറയാറുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും മേലെ റൂഫായിട്ട് നിൽക്കുന്ന സ്ഥലമല്ലേ കാശ്മീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് റൌഫ് എന്ന് പറഞ്ഞാലും ഖുദ് എന്ന് പറഞ്ഞാലും കാശ്മീരിലെ ഡാൻസ് ഫോംസ് ആണ് എന്ന് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ഞാൻ പറയാം, സലീം അലി നാഷണൽ പാർക്ക് ഇതുള്ളതും എവിടെ തന്നെയാണ്, കശ്മീരിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. സലീം അലി നാഷണൽ പാർക്ക് വരുന്നതും കശ്മീരിലാണ്. എന്തായാലും കശ്മീരിലെ സഫ്രോൺ ടൗൺ എന്നറിയപ്പെടുന്ന പാംപൂരാണ്. കശ്മീർ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നത് 31 ഒക്ടോബർ 2019 റൌഫ് അല്ലെങ്കിൽ ഖുദ് എന്നൊക്കെ പറയുന്ന കശ്മീരിലെ ഡാൻസ് ഫോംസ് ആണ്. സലീം അലി നാഷണൽ പാർക്ക് ഉള്ളതും എവിടെ തന്നെയാണ്, ഈ പറയുന്ന കശ്മീരിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം ഭയങ്കര ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഉത്തരം പറയാനായിട്ട് നിൽക്കുന്നില്ല. ചോദ്യം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഈസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് അറേബ്യൻ സീ. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. മുംബൈ അല്ല, വിശാഖപട്ടണം അല്ല, പോർട്ട് ബ്ലെയറും അല്ല, അത് നമ്മുടെ സ്വന്തം കൊച്ചിയാണ് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇതൊക്കെ കിട്ടുന്നവൻ്റെ, ഇതൊക്കെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന നിങ്ങൾക്കാണ് ഈ ചോദ്യം വരുന്നതെങ്കിലുള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ അല്ലേ. ലോട്ടറിയിലെ ബമ്പർ എന്നതിൽ കുറഞ്ഞൊന്നും എന്ത് ചെയ്യാനില്ല, നമുക്ക് പറയാനില്ല. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് എ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് 1957 നമ്മുടെ കൊച്ചു കേരളത്തിൽ EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെ 1957 ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലേറുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് ആര് മാറുന്നുണ്ട്, കേരളം മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. 1957 EMS നമ്പൂതിരിപ്പാട് നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ത് ചെയ്യുന്നത്, സ്ഥാനമേൽക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് ആരാണ് അല്ലെങ്കിൽ സ്ഥാപകൻ ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി MN റോയ് ആണ്. പൊളിറ്റിയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഫൗണ്ടറാണ് കുറച്ചും കൂടെ കറക്റ്റ് കേട്ടോ. ഫൗണ്ടർ എന്നുള്ളത് ഓർത്താൽ മതി. ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രാസത്തിൽ പറഞ്ഞാണ്, ക്ഷമിക്കുക. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആളാണ് ആരെന്ന് പറയുന്നത് MN റോയ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാവുന്നത് 1957 കേരളത്തിലാണ്. EMS നമ്പൂതിരിപ്പാടായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്, MN റോയ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. Among the following, which state of India does not recognize Jews as a religious minority?
താഴെ തന്നിട്ടുള്ളതിൽ ഏത് സംസ്ഥാനമാണ് ജൂതന്മാരെ ഒരു റിലീജിയസ് മൈനോറിറ്റി ആയിട്ട് കാണാത്തത്? എഗെയിൻ ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, അറിയുമെങ്കിൽ മാത്രം പറയാന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് കേരള. കേരളത്തിൽ എന്ത് ചെയ്യുന്നില്ല? ജൂതന്മാരെ ഒരു റിലീജിയസ് മൈനോറിറ്റി ആയിട്ട് കാണുന്നില്ല എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് പാലസസ്? താഴെ തന്നിട്ടുള്ളതിലെ ഏത് നഗരമാണ് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊൽക്കത്തയാണോ, ജയ്പൂരാണോ, പാറ്റ്നയാണോ, ലക്നൗ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ കുറച്ച് ക്ലൂസ് തരാം, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത് എന്ന് പറയുന്നത് അല്ലേ. ഈ നഗരത്തിന്റെ പഴയ കാല പേര് കാളിഘട്ട് എന്നായിരുന്നു. ഞാൻ ഇതെല്ലാം ചോദ്യമാണ് കേട്ടോ, ഞാൻ നിങ്ങൾ അതിലോട്ട് എത്തിക്കുകയാണ്. ഈ നഗരത്തിന്റെ പഴയ പേര്, സിറ്റി ഓഫ് പാലസസ് എന്ന് പറയുന്ന നഗരത്തിന്റെ പഴയ പേര് കാളിഘട്ട് എന്നായിരുന്നു. കാളിഘട്ട് എന്നാണ് അതിന്റെ പഴയ പേര്. ഒരു കാര്യം കിട്ടിയില്ലേ? രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, എന്നാലും ഞാനത് പറയാം. ഇന്ത്യയുടെ തലസ്ഥാനം 1911 വരെ ഈ നഗരമായിരുന്നു. ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയുടെ തലസ്ഥാനം എപ്പോഴാണ് കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? നമ്മുടെ കൊൽക്കത്തയായിരുന്നു. അപ്പോൾ 1911 ചെയ്യുന്നത്. ഒപ്പം ഞാൻ ആൻസറും പറഞ്ഞു, കൊൽക്കത്തയാണ് എന്തെന്ന് പറയുന്നത് സിറ്റി ഓഫ് പാലസസ് എന്ന് പറയുന്നത്. ഇനിയും ചോദ്യങ്ങളുണ്ട്. കൊൽക്കത്ത ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നന്നായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. മറ്റൊരു ചോദ്യമാണ്, ഏത് നദിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ നേരെ തിരിച്ച് ഹൂഗ്ലി നദിയുടെ തീരത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഹൂഗ്ലി നദിയുടെ തീരത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് എന്ന് പറയുന്നത് കൊൽക്കത്ത എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യമാണ്, കൊൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകൻ ആരാണ്? കൊൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകന്റെ പേരാണ് ജോബ് ചാർണോക്ക് എന്ന് പറയുന്നത് മക്കളെ ചോദിച്ചിട്ടുള്ളതാണ്. കൊൽക്കത്ത നഗരത്തിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? ജോബ് ചാർണോക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സിറ്റി ഓഫ് പാലസ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു നഗരമാണ് സിറ്റി ഓഫ് ജോയ്, സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്, കൊൽക്കത്തയാണ്. മെക്ക ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ, ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലവും ഏത് തന്നെയാണ്? കൊൽക്കത്തയാണ്. എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. കൊൽക്കത്ത അത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? വരുന്നതാണെന്ന് എന്ത് ചെയ്യുന്നതാണ്? നമുക്ക് അറിയുന്നതാണ് അല്ലേ. അതുപോലെ ഈ ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂക്കുപാലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ പാലത്തിന്റെ പേര് ഹൗറ ബ്രിഡ്ജ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹാങ്ങിങ് ബ്രിഡ്ജ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഹൂഗ്ലി നദിക്ക് കുറുകെ കൊൽക്കത്തയിൽ ഹൗറ ബ്രിഡ്ജിലാണ്. അതിന്റെ ചിത്രമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ത് ചെയ്യുന്നു? ഞാൻ വിശ്വസിക്കുന്നു. പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി, അതുപോലെ തന്നെ പ്ലാനറ്റേറിയം എല്ലാം ഉള്ളത് കൊൽക്കത്തയിലാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് അങ്ങ് പോകുന്നില്ല. ഈ പറഞ്ഞതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ സിറ്റി ഓഫ് പാലസ്, സിറ്റി ഓഫ് ജോയ്, മെക്ക ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്നൊക്കെ അറിയപ്പെടുന്ന കൊൽക്കത്തയാണ്. 1911 വരെ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത എന്ന് പറയുന്നത്. കൊൽക്കത്തയുടെ പഴയ പേര് കാളിഘട്ട് എന്നാണ്. ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിന് കുറുകെ പണി കഴിച്ചിട്ടുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പേര് നിങ്ങൾക്കറിയാം, ഹൗറ ബ്രിഡ്ജ് എന്നാണ്. അതിന്റെ ഫൗണ്ടറാണ്, കൊൽക്കത്ത നഗരത്തിന്റെ ഫൗണ്ടറാണ് ഏതെന്ന് പറയുന്നത് ജോബ് ചാർണോക്ക് എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. സെറ്റല്ലേ? സംശയമില്ലല്ലോ. എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. ഹു ഹാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് എലമെന്ററി സ്കൂൾ ബീൻ ഇനോഗ്രേറ്റഡ്? ഇത് ഹൂ അല്ല, വേർ ഹാസ് ആണ് കേട്ടോ. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് എലമെന്ററി സ്കൂളിൽ ഇനോഗ്രേറ്റ് ചെയ്തത്, ഉദ്ഘാടിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനുള്ള ഉത്തരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്തക് ലേക്കിലാണ്, മണിപ്പൂരിലാണ്. ഈ മണിപ്പൂരിലെ ലോക്തക് ലേക്കിലുള്ള ഒരു നാഷണൽ പാർക്കിന്റെ പേരാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഈ നാഷണൽ പാർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന കേബിൾ ലംജാവോ എന്ന് പറയുന്നത്. സോ അതിലാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ പറയുന്ന ആദ്യത്തെ എലമെന്ററി സ്കൂൾ എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഓർക്കേണ്ടുന്ന പോയിന്റുകൾ ഒരുപാടാണ്. ഇവിടുന്ന് നല്ലോണം ചോദ്യം വരാറുള്ളതാണ്. ഇങ്ങനെ ഒരു എലമെന്ററി സ്കൂൾ വെച്ചിട്ടല്ല അത് ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. ചോദ്യം നമ്പർ 1 ഉത്തരം കേബിൾ ലംജാവോ. രണ്ടാമത് വരാറുള്ള ചോദ്യമാണ്, ഇന്ത്യയിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ആയിട്ടുള്ള
ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ആയിട്ടുള്ള കേബിൾ ലംജാവോ ഏത് നദിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ചോദ്യം നമ്പർ 2 ലോക്തക് ലേക്കിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മക്കളെ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ മജൂലി പറഞ്ഞതുപോലെ തന്നെ വളരെ നന്നായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന കേബിൾ ലംജാവോ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കുകൾ ഒന്നാണിതെന്ന് പറയുന്നത്. ഈ പറയുന്ന ലോക്തക് ലേക്ക് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അത് ചോദിക്കാറുണ്ട്. ലോക്തക് ലേക്ക് ഏത് സംസ്ഥാനത്തിലാണെന്ന് വരെ ചോദിക്കാറുണ്ട്. മണിപ്പൂരിലാണ്. ഞാൻ പറഞ്ഞ പോയിന്റുകൾ മാറിപ്പോകരുത്. ലോകത്തിലെ ഒരേ ഒരു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ലോക്തക് ലേക്കിലാണുള്ളത്, മണിപ്പൂരിലാണ്. അത്രയും അറിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം പറയാനായിട്ട് പറ്റും. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ, പറയാൻ വിട്ടുപോയി. ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിയർ ആണ് സാങ്കായ് ഡിയർ എന്ന് പറയുന്നത്. SSC ഒക്കെ ഈ അടുത്ത് പലപ്പോഴും ചോദിച്ചതാണ്. സോ എന്ത് ചെയ്തേക്കാം? നമുക്കും വീണ്ടും ചോദിച്ചേക്കാം. സാങ്കായ് മാനുകളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കേബിൾ ലംജാവോ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെയാണ്, വൺ ഹോണ്ട് റൈനോസിനെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജീവിവർഗമാണ് ഇതെന്ന് പറയുന്നത് സാങ്കായ് ഡിയർ എന്നും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഈസ് നോൺ ആസ് സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ്? ആ ഒരു സ്ഥലത്തിന്റെ ഭംഗി കാരണം സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഷില്ലോങ് ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഷില്ലോങ് വേറെ രീതിയിലും ചോദ്യമായിട്ട് വരാറുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ആസാം റൈഫിൾസ്, ഇന്ത്യയിലെ വളരെ പഴയ പാരാമിലിറ്ററി ഫോഴ്സസിൽ ഒന്നായിട്ടുള്ള ആസാം റൈഫിൾസിന്റെ തലസ്ഥാനവും എവിടെ തന്നെയാണ്? ഷില്ലോങ്ങിലാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അതുപോലെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്റർനാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ. ഇന്റർനാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടക്കുമ്പോൾ അതിൻ്റെ വെന്യൂ ആയിട്ട് വരുന്നതും ഏത് തന്നെയാണ്? ഈ പറയുന്ന ഷില്ലോങ് തന്നെയാണ്. അപ്പൊ സ്കോട്ട്ലൻഡ് ഓഫ് ദി ഈസ്റ്റ് എന്ന് മാത്രമല്ല, ക്വാർട്ടേഴ്സ് ഓഫ് ദി ആസാം റൈഫിൾസ് എന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവലിന്റെ വെന്യൂ കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഷില്ലോങ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. പിന്നെ മേഘാലയയെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ടുന്ന ഒരു പേരാണ് ഏതെന്ന് പറയുന്നത് മൗലിനോങ് എന്ന് പറയുന്നത്. ഈ മൗലിനോങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന മൗലിനോങ് എന്ന് പറയുന്നത്. സോ മൗലിനോങ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ആണ്. ഉള്ളത് എവിടെയാണ്? മേഘാലയയിലാണ് ഓർത്തു വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് അല്ലെ, വേരുകൾ കൊണ്ട് പാലം പോലെ ഉണ്ടായിട്ടുള്ള ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഉള്ളതും എവിടെ തന്നെയാണ്? മേഘാലയയിലാണ്. ഒരെണ്ണം കൂടെ നോട്ട് ചെയ്ത് വെച്ചോ, മൗസ്മായി കേവ്സ്. ഈ അടുത്ത് ഏതോ ഒരു പരീക്ഷയ്ക്ക് കണ്ടു. മൗസ്മായി കേവ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നതും എവിടെയാണ്? മേഘാലയയിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇന്ത്യയിൽ സ്കോട്ട്ലൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്ന് വിളിപ്പേരുള്ള സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഷില്ലോങ് എന്ന് പറയുന്നത്. ഷില്ലോങ് എന്ന് പറയുന്നത് മേഘാലയയുടെ ക്യാപിറ്റൽ ആണ് എന്നതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഷില്ലോങ്ങിനെ പറ്റി ഒപ്പം തന്നെ നമ്മൾ 2 പോയിന്റുകൾ പഠിച്ചു. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ആസാം റൈഫിൾസും ഇന്റർനാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവലിന്റെ വെന്യൂ ആണ്. ഇതിപ്പോൾ പല പരീക്ഷയിലും ചോദിക്കുന്നുണ്ട് ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവലിന്റെ വെന്യൂ. സോ നോട്ട് ചെയ്യുക, അത് ഷില്ലോങ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ്, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള വില്ലേജ് എന്നറിയപ്പെടുന്ന മൗലിനോങ്, ആ പേര് തന്നെ ചോദിക്കാറുണ്ട്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? മേഘാലയയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജും മൗസ്മായി കേവ്സും രണ്ടും വരുന്നത് എവിടെയാണ്? മേഘാലയയിലാണ് എന്നും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ടു വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഡസ് മധുബനി ആർട്ട് ബിലോങ്? എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മധുബനി ആർട്ട് ഉള്ളത് ഏത് സംസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അത് പഞ്ചാബല്ല, മഹാരാഷ്ട്രയല്ല, ബംഗാളല്ല, ബീഹാറിന്റെ പെയിന്റിംഗ് ആണ്. GI ടാഗ് കിട്ടിയിട്ടുള്ള സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് ആണ് അല്ലെങ്കിൽ ആർട്ടാണ് ഏതെന്ന് പറയുന്നത് മധുബനി ആർട്ട് എന്ന് ഓർത്തു വെക്കുക. മധുബനി ആർട്ട് ഉള്ളത് എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിനെ പറ്റി പറയുമ്പോൾ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സോനേപൂർ കാറ്റിൽ ഫെയർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേളയാണ് സോനേപൂർ കാറ്റിൽ ഫെയർ. കോടിക്കണക്കിന് രൂപ വലിയുള്ള കന്നുകാലികൾ, ഈ പോത്തുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ സോനേപൂർ കാറ്റിൽ ഫെയർ എന്ന് പറയുന്നത്. ഈ സോനേപൂർ കാറ്റിൽ ഫെയർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേള എവിടെയാണ് നടക്കുന്നത്? ബീഹാറിലാണ് നടക്കുന്നത്. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഷേർഷാ സൂരിയുടെ ടൂംബ്. ഷേർഷാ സൂരി എന്ന് പറയുന്ന മുഗളന്മാർക്കിടയിൽ ഹുമയൂണിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്ത ഷേർഷാ സൂരി എന്ന് പറയുന്ന സൂരി ഡൈനാസ്റ്റിയിലെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണാധികാരിയുടെ ടൂംബ് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സസാറം എന്ന് പറയുന്നത്. ഈ സസാറം എവിടെയാണുള്ളത്? ബീഹാറിലാണുള്ളത്. അപ്പോൾ ഷേർഷാ സൂരിയുടെ ടൂംബ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സസാരം ബീഹാറത്തിലാണ്. അതുപോലെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി, ഗൗതമ ബുദ്ധ വൈൽഡ് ലൈഫ് സാഞ്ചുറി, ഗൗതമ ബുദ്ധ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും വാൽമീകി
ടൈഗർ റിസർവും, വാൽമീകി ടൈഗർ റിസർവും ഇതും വരുന്നത് എവിടെ തന്നെയാണ്? ബീഹാറിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഈ അടുത്ത് എവിടെയൊക്കെ കണ്ടു, അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മധുബനി ആർട്ട് ഉള്ളത് ബീഹാറിലാണ്. ഒപ്പം തന്നെ സോനേപൂർ കന്നുകാലി മേള നടക്കുന്നത് ബീഹാറിലാണ്. ഷേർഷാ സൂരിയുടെ ടൂംബ് ഉള്ളത് സസറത്തിലാണ്, ബീഹാറിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, കയ്യും കണക്കൂലാതെ ചോദിച്ചിട്ടുള്ളതാണ്. ഗൗതമ ബുദ്ധ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും വാൽമീകി ടൈഗർ റിസർവും എവിടെ തന്നെയാണ് വരുന്നത്? ഈ പറയുന്ന ബീഹാറിൽ തന്നെയാണ് വരുന്നതെന്നും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. തെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഇനിയും ഇന്ത്യ ഫാക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. സോ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ആ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ അറിയിക്കുക. കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഈ ചോദ്യങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ RRB NTPC ഗ്രൂപ്പ് ഡിയും ചോദിച്ചിട്ടുള്ള എല്ലാ GK ചോദ്യങ്ങളും അടങ്ങുന്ന RRB ക്വസ്റ്റ്യൻ ബാങ്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട്, കൂടുതൽ വിഷയങ്ങളുമായിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.